കട്ടപ്പന പോലീസിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ദമ്പതികൾ. വാദിയെ പ്രതിയാക്കാനാണ് കട്ടപ്പന പോലീസ് ശ്രമിക്കുന്നതെന്നും ഇവർ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാപ്സൂൾ ഫാർമ, ചെറുവള്ളി ബിൽഡിംഗ്, ഇടുക്കി കവല, കട്ടപ്പന. കാർ വാങ്ങിയതുമായി ബന്ധപ്പെട്ട വീട് കയറി ദമ്പതികളെ ആക്രമിച്ച സംഭവത്തിൽ വാദിയെ പ്രതിയാക്കാനാണ് കട്ടപ്പന പോലീസ് ശ്രമിക്കുന്നതെന്ന് ദമ്പതികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. കട്ടപ്പന നരിയമ്പാറയിൽ വാടകയ്ക്ക് താമസിക്കുന്ന പാലക്കൽ സൂരജ്, ഭാര്യ ശാലു, ഇവരുടെ 5 മാസം പ്രായമായ കുഞ്ഞ് എന്നിവരെയാണ് വീടുകയറി മർദ്ദിച്ചത്. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചിരുന്നു. കുന്തളംപാറ സ്വദേശിയിൽ നിന്ന് 1,30,000 രൂപ ഫിനാൻസ് നിലനിർത്തി വാങ്ങിയ കാർ 3 ദിവസത്തിന് ശേഷം കേടായി വർക്ക്ഷോപ്പിലായതോടെ തിരികെ എടുക്കണമെന്നാവശ്യപ്പെട്ടിരുന്നുവെന്ന് സൂരജ് പറയുന്നു. വണ്ടി ഫിനാൻസ് എടുത്ത് ഫിനാൻസ് 4 മാസം കറക്റ്റ് അടച്ചു. 4 മാസം കറക്റ്റ് അടച്ചെന്ന് പറഞ്ഞാൽ 4 മാസം വണ്ടി വർക്ക്ഷോപ്പിലുമായിരുന്നു. എടുത്ത് 3-ാമത്തെ ദിവസം വണ്ടിക്ക് എഞ്ചിൻ പണിയായിട്ട് നമ്മൾ വിളിച്ചും പറഞ്ഞു, വണ്ടിക്ക് ഇന്നപോലെ പണിയുണ്ട്, തിരിച്ചെടുക്കാൻ അവർ ഓക്കെ പറഞ്ഞു. പിന്നെ വിളിച്ചിട്ട് കോൺടാക്റ്റ് ഒന്നുമില്ല. 4 മാസം ഫിനാൻസ് നമ്മൾ അടയ്ക്കുന്നു. 5 മാസം നമുക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതിന് ഒരു വീട്ടിൽ വന്ന് ആദ്യം ഇവിടെ ഡോറ് പറഞ്ഞു, ഇവിടെ പിടിച്ച് തള്ളി, കൊച്ചു കയ്യിലിരിക്കുക, കൊച്ചിനെയും പിടിച്ച് തള്ളി, കൊച്ചിൻ്റെ തല ഇടിച്ച്, കൊച്ചിൻ്റെ തലയുടെ പുറകിട്ടൊക്കെ അടിച്ചത് കണ്ടുകൊണ്ട് ഞാൻ വരുമ്പോഴത്തേനും ഇവനെന്നെ വലിച്ച് അവിടെ ഇട്ട് പിന്നെ ഇടിയാ. ഇത് കേസ് കൊടുത്തിട്ടിരുന്ന ഓൾറെഡി വണ്ടിയുടെ പ്രശ്നം. ഇപ്പം പിന്നെയും കേസ് കൊടുത്ത് അവിടെ സ്റ്റേഷനിൽ മൊഴിയെടുക്കാനും ആരും വന്നിട്ടില്ല. സ്റ്റേഷനിൽ വിളിക്കുന്നുണ്ട്, ഇന്ന പ്രശ്നമാണ് എല്ലാം പറയുന്നുണ്ട്, ആരും വരുന്നുമില്ല, ഒന്നും തിരിഞ്ഞു നോക്കുന്നുമില്ല. ഇപ്പൊ സംഭവം നടന്നിട്ട് 4-ാമത്തെ ദിവസം. പോലീസിന്റെ ഭാഗത്തൊന്നും നടക്കുന്നില്ല. നമ്മളെ സ്റ്റേഷനിലോട്ട് വിളിക്കുന്നുണ്ട് ഒത്തുതീർപ്പാക്കാൻ. നമ്മൾ പോകുന്നില്ല, ഒത്തുതീർപ്പാക്കാൻ നമുക്ക് താല്പര്യമില്ല, കേസിന് പോകണം. പക്ഷെ ഇവർ കേസ് ചാർജ് ചെയ്യുന്നില്ല. ചൈൽഡ് ലൈനിൽ ഇന്റിമേഷൻ കൊടുത്തു, വനിതാ കമ്മീഷനെ വിളിച്ചു, പക്ഷെ സ്റ്റേഷനിൽ ചാർജ് ചെയ്യുന്നില്ല കേസ്. കാരണം ഒന്നും പറയുന്നില്ല, അന്വേഷിക്കുന്നുണ്ടെന്നേ പറയുന്നുള്ളൂ. തെളിവ് ഇത്ര CCTV ഫുട്ടേജും കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടും അന്വേഷിക്കുന്നുണ്ടെന്നേ പറയുന്നുള്ളൂ. വണ്ടി എടുത്തതിന്റെ തർക്കം എന്ന് പറയാൻ വണ്ടിക്ക് പണിയാണ്, നമുക്ക് വണ്ടി വേണ്ടെന്ന് പറഞ്ഞായിരുന്നു, അതിന്റെ പേരിലുള്ള തർക്കമാണ്. ഇയോണ് കാർ 160 വാങ്ങിച്ചു, അത് 30 രൂപയായി കൊടുത്തു, 30 ഫിനാൻസ് ആയി. എടുത്ത് 3-ാമത്തെ ദിവസം തന്നെ എഞ്ചിൻ പണിയാന്ന് വർക്ക്ഷോപ്പിൽ കണ്ടാൽ മനസ്സിലായി. ഞാൻ വൈഫിന്റെ ഡെലിവറി സമയത്ത് ആവശ്യത്തിന് വേണ്ടിയിട്ട് വണ്ടി വാങ്ങിച്ചതാണ്. 2013 മുകളിൽ പറഞ്ഞു. 30 കൈ കൊടുത്തായിരുന്നു ഫിനാൻസ്. അല്ല, കച്ചവടക്കാരൊന്നും അല്ല. അത് ഇന്നലെ വണ്ടി കൊടുക്കാറുണ്ട്, ഫിനാൻസ് നിലനിർത്തി വണ്ടി തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ബന്ധപ്പെട്ട് വന്നതാണ്. ഇതിനിടെ 4 മാസത്തെ ഫിനാൻസ് അടച്ചു. അടുത്ത തവണ അടയ്ക്കില്ലെന്ന് പറഞ്ഞതോടെ കുന്തളംപാറ സ്വദേശിയായ യുവാവും അമ്മയും തങ്ങളുടെ വീട്ടിലെത്തി അസഭ്യം പറയുകയും വിളിച്ചിറക്കി മർദ്ദിക്കുകയുമായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് കട്ടപ്പന പോലീസിൽ പരാതി നൽകിയെങ്കിലും കേസെടുക്കാതെ ഒത്തുതീർപ്പാക്കാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്നും ഇവർ ആരോപിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് ഇടുക്കി SP, മുഖ്യമന്ത്രി, കളക്ടർ എന്നിവരടക്കമുള്ള ഉന്നത അധികാരികൾക്ക് പരാതി നൽകുമെന്നും സൂരജും ഭാര്യ ശാലുവും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കട്ടപ്പനയിലെ ആദ്യത്തെ സൂപ്പർമെഡ് സ്റ്റോർ ക്യാപ്സൂൾ ഫാർമ, ചെറുവള്ളി ബിൽഡിംഗ്, ഇടുക്കി കവല. എല്ലാ മരുന്നുകൾക്കും 10 മുതൽ 60% വരെ വിലക്കുറവ്. ബേബി കെയർ, പെറ്റ് കെയർ എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം. കോസ്മെറ്റിക്സുകളുടെ വിപുലമായ ശേഖരം. ഹോം ഡെലിവറി സൗകര്യം. വിശാലമായ പാർക്കിംഗ് ഏരിയ. ഇനി മരുന്നുകളെല്ലാം കുറഞ്ഞ വിലയിൽ. ക്യാപ്സൂൾ ഫാർമ, ചെറുവള്ളി ബിൽഡിംഗ്, ഇടുക്കി കവല, കട്ടപ്പന.